ഞാൻ ഇച്ചിരി പാവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഒരു പാവല നമ്മൾ നട്ട് വെച്ചൊന്നുമല്ല, ഇത് തന്നെ അരി എന്തോ വീണ് കിളിർത്ത് ഇങ്ങനെ പടർന്നു പോയതാണ്. അതിനകത്ത് ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു, ഒരു ചെറിയ പാവയ്ക്ക. അപ്പോൾ ഞാനതിനെ വലിച്ചു പറിച്ചെടുത്തുകൊണ്ടൊന്ന് വേണ്ട അരിഞ്ഞ് ഈ അവസ്ഥയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കൂടുതൽ ഇതിനകത്ത് സവോളയാണുള്ളത്, പാവയ്ക്ക കുറച്ചുള്ളൂ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക മെഴുക്കുവരട്ടി. ഞാൻ കഴിക്കും, പക്ഷേ എനിക്ക് അത്ര താല്പര്യമില്ല. കഴിക്കും. അമ്മയാണെങ്കിൽ ഇത് വറ്റലമുളകൊക്കെ ഇട്ട് സൂപ്പറായിട്ട് വയ്ക്കും. ഞാൻ പക്ഷേ പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിനകത്തിപ്പോൾ ഓൾറെഡി സവോളയാണ് കൂടുതൽ, ചെറിയ പാവയ്ക്കായിരുന്നു. അപ്പം ഞാൻ വേണ്ടപ്പോൾ അതുപോലെ എൻ്റെ കലാപരിപാടി തുടങ്ങി. ഈ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കിനും വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തന്നെ വീഡിയോ എടുത്തിരുന്നത്. നെക്സ്റ്റ് പാവയ്ക്ക. അപ്പോൾ ഞാനിത് ആവി കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടും, ഉപ്പിടും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേവിച്ചെടുക്കത്തേ ഉള്ളൂ. അതോടെ പരിപാടി തീർന്നു. പിന്നെ ലാസ്റ്റ് ഒന്ന് ഈ അടപ്പ് മാറ്റി വെച്ചിട്ട് ഒന്ന് തോർത്തി നല്ല ഡ്രൈ ആക്കിയെടുക്കും. അത്ര സിമ്പിളുള്ള കറികളാണ് എൻ്റേത്. അപ്പം നമ്മുടെ പാവയ്ക്ക നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഡെയിലി ഇത് തന്നെ, വേറെ ഒന്നുമില്ല. ഉപ്പ്. ഓക്കെ, വീണ്ടും മിക്സിങ്. ഇനിയിപ്പം ഞാനിത് അടച്ചു വയ്ക്കുന്നില്ല കേട്ടോ, കാരണം ഇത് ഭയങ്കരമായിട്ട് വെന്ത് പോകും. ഒരുപാട് വെന്ത് കുഴഞ്ഞാൽ കൊള്ളുമല്ലോ. കുറച്ച് പാവയ്ക്കേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ 2 പേരെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പിള്ളേരിതങ്ങനെ കഴിക്കൂല. ഇനി കുറച്ച് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം എന്തേ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. ഞാനുണ്ടല്ലോ ഈ കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു നല്ല കളർ വന്നു, കണ്ടോ. ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളേ, അല്ല തന്നെ ചെറിയൊരു പാവയ്ക്കായിരുന്നു. ഇതിപ്പം വെന്ത് കഴിഞ്ഞപ്പോൾ തീരെ ഇല്ലാണ്ടായി. ഓക്കെ, അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു.